തിരികെ വീണ്ടും സന്നിധാനത്തേക്ക് പോവുകയാണ്. KB ശ്രീധരൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. നാളെയാണ് മണ്ഡലപൂജ. 41 ദിവസം നീണ്ടുന്ന മണ്ഡല മഹോത്സവം അതിന് സമാപനമാവുകയാണ്. അതിനുശേഷം ഇനി മകരവിളക്ക് ഉത്സവമായിരിക്കും. അടുത്തൊരു കാത്തിരിപ്പാണല്ലേ ഭക്തി നിർഭരമായ ഇനി മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയിട്ട്? പൂജ പറഞ്ഞ പോലെ തന്നെ ഈ ശബരിമല ദർശനം എന്നുള്ളത് തന്നെ കാത്തിരിപ്പാണ്. നമ്മൾ ആദ്യമായി അയ്യപ്പനെ തൊഴാൻ വരണമെങ്കിൽ 41 ദിവസത്തെ കാത്തിരിപ്പ് വേണം. അതിനുശേഷം ഓരോരോ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇന്ന് അത്തരത്തിലുള്ളൊരു ദിവസമാണ്. ഈ തങ്കയങ്കി ചാർത്തിയുള്ള ആ ഒരു അയ്യപ്പൻ്റെ രൂപം കണ്ട് തൊഴുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ആദ്യമായാണ് ഈ കാലത്ത്, ഈ വർഷത്തിൽ ആദ്യമായാണ് ഈ സ്വർണ്ണപ്രഭയിൽ അയ്യപ്പൻ ഇങ്ങനെ ദർശനം നൽകുന്നത്. ഏതായാലും അതിനുവേണ്ടി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകളാണ് ആ അയ്യപ്പ ദർശനത്തിന് വേണ്ടി സന്നിധാനത്തേക്ക് എത്തിയത്. അവരുടെ എല്ലാം ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അയ്യപ്പനെ ഒരു നോക്ക് കണ്ടാൽ മതി. ആ സ്വർണ്ണപ്രഭയിലുള്ള ആ രൂപം ഒരു തവണ ഒന്ന് കണ്ടാൽ മതി. ആ ഒന്ന് മനസ്സ് നിറഞ്ഞ് ഒന്ന് മലയിറങ്ങാൻ വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അയ്യപ്പനെ ഒന്ന് കാണുക, ശരണം വിളിച്ചൊന്ന് തൊഴുക, ആ തൊഴുത് ഒന്ന് മനസ്സ് നിറയ്ക്കുക, അല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ലാതെയാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. ആ ഓരോ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ജനസാഗരം ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 18-ാം പടി ചവിട്ടാൻ അയ്യപ്പന്മാരെ അനുവദിച്ചു കഴിഞ്ഞു. അതോടുകൂടി അയ്യപ്പന്മാർ കൂടുതൽ ആളുകൾ ഇവിടേക്ക് സന്നിധാനത്തേക്ക് ഇപ്പോൾ ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. അപ്പോൾ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയായിരുന്നു. നാളെ ആയിരിക്കും മണ്ഡല പൂജ നടക്കുക.